ഞങ്ങൾ ആക്ച്വലി ഒരാളെ കാണാൻ ഇറങ്ങിയതാണ്. അപ്പം അവർ പറഞ്ഞ സമയത്തിന് എത്താൻ വേണ്ടി എത്തിയപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇച്ചിരി ലേറ്റ് ആവും, കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതിയെന്ന്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു ആലോചിച്ചിരുന്നപ്പോൾ ഇങ്ങനൊരു പാർക്ക് കണ്ടു, ലാംഗ്ലി മെമ്മോറിയൽ പാർക്ക്. അപ്പോൾ അവിടെ ഒരു ഫെയർ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ശരി ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ, പിള്ളേർക്ക് കളിക്കുകയും ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. ഇതിൻ്റെ ഉള്ളിലെത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഫെയർ എന്ന് പറഞ്ഞാൽ എന്തോ ഫണ്ട് റേസിങ് ഇവൻ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ എല്ലാ സ്റ്റാളുകളും ഈ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, സ്കൗട്ട് ഗ്രൂപ്പ് എന്നാണ് എഴുതിയിട്ടുള്ളത്, അവർ നടത്തുന്നതാണ്. ഇങ്ങനെ ഓരോ സ്കൂളിൻ്റെ അല്ലെങ്കിൽ ഓരോ സ്കൗട്ട് യൂണിറ്റ്സ് ആണ് നടത്തുന്നത്. അപ്പോൾ എനിക്കങ്ങ് കണ്ടപ്പോൾ എൻ്റെ നൊസ്റ്റാൾജി എല്ലാം അങ്ങ് ഉണർന്നു. കാരണം വെച്ചാൽ ആ യൂണിഫോമും എന്താ പറയുക അവരുടെ സ്കാർഫും ഒക്കെ ഇട്ട് സ്കൗട്ട്സിൻ്റെ പിള്ളേരിങ്ങനെ നിന്നിട്ടാണ് എല്ലാവരും വോളണ്ടിയേഴ്സായിട്ട് ഓരോന്ന് ചെയ്യണം. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവർ കുറേ എന്താ പറയുക ഗെയിംസും കുറേ സ്റ്റോളുകളൊക്കെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന പ്ലേറ്റും കപ്പും സോസറും വെച്ചിട്ടുള്ള ഗെയിം ഒന്ന് നോക്കി വെച്ചോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു ഗെയിം കാണുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പൈസ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 5 പ്രാവശ്യം എന്തോ എറിയാൻ പറ്റും. അപ്പോൾ നല്ല കട്ടയ്ക്കുള്ള ബോൾ നമ്മുടെ കയ്യിൽ തരും. അപ്പോൾ നമുക്കതുകൊണ്ട് എറിഞ്ഞെറിഞ്ഞ് പ്ലേറ്റുകളും ജഗ്ഗുകളൊക്കെ പൊട്ടിക്കാം. എനിക്കങ്ങ് വിഷമമാവും. നല്ല നല്ല ബെസ്റ്റ് പ്ലേറ്റുകൾ അനൂപിനും ഐക്കിക്കും ഭയങ്കര ഇഷ്ടമായി. അവർ പൈസ കൊടുത്ത് ബോൾ വാങ്ങി പടപടേന്ന് എറിഞ്ഞ് ഒരു ഭാഗത്തു നിന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു പ്രിൻസും ഒരു പ്രിൻസസ്സും ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് അവരിങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവർ ഈവൻറ്റിനെ കുറിച്ചും എനിക്ക് തോന്നുന്നു ഈ ഫണ്ട് റേസിങ്ങിനെ കുറിച്ചൊക്കെ ആയിരിക്കും എല്ലാവരോടും എക്സ്പ്ലെയിൻ ചെയ്ത് ഫണ്ട് കളക്ട് ചെയ്യും, അങ്ങനെ എന്തൊക്കെയോ ചെയ്ത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ശരിക്കും പ്രോപ്പർ പ്രിൻസസ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ കണ്ടപ്പോൾ വാവ്, ഈ പെൺപിള്ളേർക്ക് പിന്നെ അങ്ങനെയാണല്ലോ, പ്രിൻസസ് തീം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ സ്റ്റക്ക് ആവുമല്ലോ. പിന്നത്തെ ഇവിടെയുള്ളൊരു മെയിൻ അട്രാക്ഷൻ ആയിരുന്നു ഈ കാണുന്ന വിൻറ്റേജ് കാറുകൾ. അതായത് പണ്ടത്തെ തൊട്ടുള്ള വിൻറ്റേജ് കളക്ഷൻസ്, ലൈക്ക് എന്താ പറയുക ബെൻസിൻ്റെയോ അല്ലെങ്കിൽ റോൾസ് റോയ്സിൻ്റെയോ അങ്ങനത്തെയൊക്കെ പണ്ടത്തെ മോഡലുകൾ. എന്നിട്ട് അതിൻ്റെയൊക്കെ ഓണേഴ്സ് അതവിടെ ഓടുന്ന കണ്ടീഷനിലുള്ള വണ്ടികളാണ്. അവരത് ഓടിച്ചു കൊണ്ടുവന്ന് ഇട്ടിട്ട് കുറേ പേര് വന്ന് ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് ഓണേഴ്സ് ഇങ്ങനെ അവർ ഭയങ്കര പ്രൗഡാണ് അതൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതിൽ. കുറേ നേരം നടന്നു കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് മതിയായി. അവർ പറഞ്ഞു മതി, ഞങ്ങൾക്ക് മതിയായി, ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. പിന്നെയാണെങ്കിൽ ഐസ്ക്രീം ട്രക്ക് കാണുമ്പോൾ പ്രത്യേകതരം ഒരു വിശപ്പ് വരുമല്ലോ. അപ്പോൾ ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞാൽ വാശിയായി, പിണക്കായി അവർക്ക്. പിന്നെ അത് കഴിഞ്ഞ് എത്ര കാറ് കാണിച്ചു കൊടുത്താലും കാറൊക്കെ കണ്ടത് മതി, ഞങ്ങൾക്ക് വല്ലതും വാങ്ങിത്താന്നുള്ള അവസ്ഥയായി. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് അപ്പുറത്തെ സൈഡിൽ കുറേ ഫാം ആനിമൽസിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്നാൽ അത് കാണാൻ പോവാം, അത് നല്ല രസമായിരിക്കും, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും തിന്നാം എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല രസമുണ്ട് സംഭവം. എന്താ പറയുക കോഴിയും താറാവും ഗിനി പിഗ്സും പിന്നെ ഒരു കുതിരയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുള്ളൊരു സ്ഥലം. ഈ ആനിമൽസിനെയൊക്കെ കുറേ ഇഷ്ടമുള്ള കുട്ടികളുണ്ട്. അവർക്കൊക്കെ ഇങ്ങനെ ഫീഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ തന്നെ ഒരു ഷോപ്പിനകത്ത് ഇങ്ങനെ ഓരോ ആനിമൽസിനും എന്ത് ടൈപ്പ് ഫുഡാണോ വേണ്ടത് അതുപോലെയുള്ള ഫുഡ് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് കിട്ടും. അപ്പോൾ നമുക്കിതിനെ ഫീഡ് ചെയ്യാം. പിള്ളേരൊക്കെ ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റിൽ ഓടി നടന്ന് ഞാൻ ഇവരുടെ അടുത്ത് ചോദിക്കുക എല്ലാവർക്കും വേണോ? അപ്പോൾ ഐക്കിക്ക് വേണ്ട. എല്ലയ്ക്ക് ഒരു ഹാഫ് മനസ്സുണ്ട്, എന്നാലും അവളിങ്ങനെ അത് ബൈറ്റ് ചെയ്യോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. പിന്നെ ആ റാബിറ്റിൻ്റെ അടുത്ത് ഞാനിങ്ങനെ സാമീനെ കൊണ്ട് ഇരുത്തി. അപ്പോൾ അവനിങ്ങനെ അത്ഭുതത്തോടെ നോക്കിയിരുന്നു റാബിറ്റ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് നടക്കണത്. പിന്നെയും കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ, കുറേ ഗെയിംസിൻ്റെയും ഇതിൻ്റെയൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോൾ അനുപ് പറഞ്ഞു എന്നാൽ ശരി ഒരു 1 പൗണ്ട് തരാം, നീ എന്താ വെച്ചാൽ വാങ്ങിക്കോന്ന് പറഞ്ഞു. അവൻ പോയി എന്തോ ഒരു കൂറ സാധനം എടുത്തുകൊണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നും വാങ്ങണ്ടടാ, നമുക്ക് റാഫിൾ ടിക്കറ്റ് ഒന്ന് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഞാൻ നിർബന്ധിച്ച് അവനെക്കൊണ്ട് 1 പൗണ്ടിന് 5 ടിക്കറ്റ് കിട്ടും. ഞാൻ നിർബന്ധിച്ച് അവനെക്കൊണ്ട് റാഫിൾ ടിക്കറ്റ് എടുപ്പിച്ചു. എന്നിട്ട് എന്തായി, 5 ടിക്കറ്റിന് ഒറ്റ പ്രൈസും കിട്ടിയില്ല. അപ്പോൾ അവനാകെ ദേഷ്യം വന്നിട്ട് അമ്മയായിട്ട് എൻ്റെ 1 പൗണ്ട് കൊണ്ട് നശിപ്പിച്ചു എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. അങ്ങനെ ഈ സംഭവ വികാസങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മീറ്റ് ചെയ്യേണ്ട ആളുടെ ടൈമായി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ വേഗം പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പൊടിയും തട്ടി പാർക്കിന് ബൈയും പറഞ്ഞ് ഞങ്ങൾ പോയി. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഒരു പാർക്ക് ഡേ. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഓൾ ഓഫ് യു സ്റ്റേ ബ്ലെസ്ഡ്.